ഇന്ന് നമ്മൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിന് നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. അതായത് നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ആ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഇവിടെ ആ ആംഗിൾ നമ്മൾ തീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ അക്യൂട്ട് ആംഗിൾ തീറ്റ. അപ്പോൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട് നമ്മുടെ രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്കായിട്ട്. ഇപ്പോൾ എൻ്റെ ലൈൻസ് ഇതൊക്കെയാണ്, L1ഉം L2 ആണ് എൻ്റെ രണ്ട് ലൈനുകൾ. ഓക്കെ, ആ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന ആംഗിളാണ് എൻ്റെ തീറ്റ. ഓക്കെ, ഇനി രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പ്, ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് M1 ആണ്, സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് M2 ആണ്. സ്ലോപ്പിന് നമ്മൾ M1 M2 അങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. M എന്നാണ് സ്ലോപ്പിനെ പറയുക. രണ്ട് ലൈനിൻ്റെ സെപ്പറേറ്റ് ആയതുകൊണ്ട് M1 M2 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനുണ്ട്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M2 M1. ഇതൊരു ഇക്വേഷനാണ്. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സംഭവം 0 ആവാൻ പാടില്ല. ഓക്കെ, ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഈ മോഡുലസ് എടുക്കുന്നതിന് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഇസ് π/4. അപ്പോൾ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്, π/4 ആണ്. സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഇസ് 1/2. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്ലോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് M1 എന്ന് എടുക്കാം. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എടുക്കാം. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഫൈൻ സ്ലോപ്പ് ഓഫ് അതർ ലൈൻ. മറ്റേ വരയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതായത് M2 കണ്ടുപിടിക്കുക. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞത്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M2 M1ൻ്റെ മൊത്തത്തിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുക. നമുക്ക് തന്നേക്കുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയാം, അപ്പോൾ തീറ്റയ്ക്ക് π/4 ഇട്ട് കൊടുക്കുക. M2ന് അറിയത്തില്ല, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ, അതങ്ങനെ തന്നെ വെക്കുക. M1ൻ്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെക്കുക. ഇനി നമുക്ക് സോൾവ് ആക്കാം. ടാൻ π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഏതൊരു കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പഠിക്കേണ്ടായ ആ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വാല്യൂസിൻ്റെയൊക്കെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് സോൾവ് ആക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ M2 മൈനസ് 1/2 ആണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ 2 ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2M2 മൈനസ് 1/2 എന്നാവും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് M2/2 അല്ലേ, അതിപ്പോൾ തന്നെ ക്രോസ് ചെയ്യുക. അപ്പോൾ 2 പ്ലസ് M2/2 എന്നായി. മേലത്തെ ന്യൂമറേറ്ററിലും നമുക്ക് /2 ഉണ്ട്, താഴത്തെ ഡിനോമിനേറ്ററിൽ നമുക്ക് /2 ഉണ്ട്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എമ്മിന് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലസ് ഓർ മൈനസ് 1 ഇട്ട് കൊടുക്കും. ഓക്കെ, അത് മൈൻഡ് ചെയ്യണ്ട, ഇത് ജസ്റ്റ് സോൾവ് ആയി കൊടുക്കുക. എന്നിട്ട് അതായത് ആബ്സല്യൂട്ട് വാല്യൂ നമ്മൾ കളയുകയാണല്ലോ. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. മനസ്സിലായ? അപ്പോൾ ഈ സംഭവം അകത്ത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. അതുകൊണ്ടാണ് നമ്മളിവിടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇട്ട് കൊടുത്തത്, ഈ ആബ്സല്യൂട്ട് എന്നുള്ള സംഭവം കളഞ്ഞപ്പോഴത്തേക്കും. ഓക്കെ, ഇനി ജസ്റ്റ് അപ്പുറത്തേക്ക് എടുക്കുക, ഈ ഡിനോമിനേറ്ററിന് അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുത്ത് നമുക്ക് ചെയ്യാം, നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് പോസിറ്റീവ് ഇട്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പോസിറ്റീവ് ഇട്ട് ചെയ്യണം. നമ്മൾ ഈ ഡിനോമിനേറ്ററിന് അപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 1 ഇൻറ്റു എന്നാവും അല്ലേ. 1 ഇൻറ്റു ഇതെല്ലാം ചെയ്യുമ്പോൾ അത് തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ 2 പ്ലസ് M2 = 2M2 മൈനസ് 1. ഇനി M2 ഉള്ളതെല്ലാം ഒരു സൈഡിലേക്കും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 = 2M2 പ്ലസ് M2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -M2. അപ്പോൾ 2M2 ന് M2 ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? M2. 2 + 1 എന്താണ്? 3. അപ്പോൾ 3 എന്ന് കിട്ടി എനിക്ക് വാല്യൂ. ഇനി ഇതേ സെയിം സംഭവം തന്നെ -1 ഇട്ട് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ല, ആബ്സല്യൂട്ട് വാല്യൂന്ന് നമ്മൾ ഈ മോഡുലസ് നമ്മൾ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉത്തരത്തിൽ 2 വാല്യൂസ് വരണം, പ്ലസ് ഓർ മൈനസ് ഇട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി മൈനസ് വാല്യൂ ഇതെങ്ങനെയാണ് ചെയ്തത്? എക്സാക്ട്ലി സെയിം മെത്തേഡിൽ മൈനസ് വാല്യൂ ഇട്ടും ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ -1 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ക്രോസ് ചെയ്യുമല്ല, ഇത് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ -2 ടേമിനും കൊടുക്കണം. അതായത് ഈ ഡിനോമിനേറ്റർ ഇപ്പുറ സൈഡിലേക്ക് എടുക്കുമ്പോൾ -1 × 2 + M2 എന്നായിരിക്കും വന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും
-1 ഇൻറ്റു 2 -2 -1 ഇൻറ്റു +m2 -m2 ആണ്. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റെപ്പ്. എന്നിട്ട് ബാക്കി നമ്മൾ സാധാരണ സോൾവ് ചെയ്യണ പോലെ തന്നെ സോൾവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഒരു നമ്മുടെ സ്ലോപ്പ്, സെക്കൻഡ് സ്ലോപ്പ്, അതായത് m2ൻ്റെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ.